പ്രസന്റഡ് ബൈ മെഡിമിക്സിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. മാമ്പഴം ഇഷ്ടമില്ലാത്ത മലയാളി ഉണ്ടോ? ഇല്ല. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരിക്കലെങ്കിലും നാട്ടിലേക്ക് വരുമ്പോഴോ നാടൻ ഓർക്കുമ്പോഴോ മാമ്പഴവും മാമ്പഴ പുളിശ്ശേരിപോലെ പഴങ്ങളുടെ രാജാവായ മാമ്പഴത്തിന് ഏതെല്ലാം തരത്തിലുള്ള വേരിയേഷൻസ് ഉണ്ട്. അൽഫോൺസ മാങ്ങ, അതുപോലെ നാടൻ ചുണ്ടൻ മാങ്ങ, അല്ലെ, കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന മറ്റൊരു തരം മാങ്ങ, കോട്ടൂർക്കോണം മാങ്ങയുണ്ട്, വൈക്കോലിൽ പൊതിപ്പിച്ച് പൊതിഞ്ഞ് പഴുപ്പിച്ചെടുക്കുന്ന മറ്റൊരു തരം മാങ്ങയുണ്ട്, താളി മാങ്ങയുണ്ട്, കുഞ്ഞു നാട്ടുമാങ്ങയുണ്ട്, കാട്ടിലെ മാങ്ങയുണ്ട്. ഇതിൽ ഏത് മാങ്ങയാണെങ്കിലും ശരി, മാമ്പഴ പുളിശ്ശേരിയുടെ രുചി അതിന്റെ നാവിൻ തുമ്പത്തെ ഉത്സവം എന്ന് പറയുന്നത് വേറൊന്നാണ്. ആണേ, അങ്ങനെയാണെങ്കിൽ ഇന്ന് രുചിമേള പൂരത്തിന്റെ വിഭവം മാമ്പഴ പുളിശ്ശേരി. മാമ്പഴ പുളിശ്ശേരിയുടെ കൗണ്ട് ഡൗൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരംഭിക്കുകയാണ്. പലതരം മാങ്ങകൾ ഈ പറഞ്ഞതുപോലെ തന്നെ പഴുത്ത് വിളയിപ്പിച്ചത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 3, 2, 1 and go. ഓ, എന്തത് മാമ്പഴത്തിന് അല്ല, നമ്മൾ ആ മറ്റേ ഗോയുടെ പഞ്ചൊക്കെ വെച്ചിട്ടപ്പോ ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കുന്നത്? അല്ല, മാമ്പഴ പുളിശ്ശേരിയുടെ എപ്പിസോഡാണ് കേട്ടോ, അല്ലാണ്ട് മത്തങ്ങയെ ഒരുക്കുന്ന മത്സരമല്ല. ഇവിടെ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളിപ്പോ തുടങ്ങുമല്ലേ? നമ്മൾ സംസാരിച്ചു വെച്ചിരുന്ന ശൂർപ്പണക അരങ്ങിലേക്ക് എന്ന നാടകം ഇപ്പോഴല്ല, അത് ഇത് കഴിഞ്ഞിട്ടാണ്. ഇപ്പോ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണം മാഡം. അല്ല, എന്നാലും ഇതിന്റെ ഇടയിൽ കൂടെ ഒരുങ്ങാനുള്ളൊരു ധൈര്യമൊക്കെ വന്നു കളഞ്ഞല്ലോ എന്നുള്ളതാണ്. ടിവിയിലൊക്കെ വരണല്ലേ? അല്ല, ഇങ്ങനെയൊന്നും ഒരു റിലാക്സേഷൻ പാടില്ല കേട്ടോ. ഇതൊക്കെ വീട്ടിൽ മതി. എന്തായാലും പോയിട്ട് വിയർക്കും. മാത്രല്ല അസാധ്യ നടികളായി മാറി ഓരോരുത്തരും. ഇവിടെ നിന്ന് നമുക്ക് ആരംഭിക്കാനുണ്ട്. നമ്മുടെ വിഭവം എന്താണ്? മാമ്പഴ പുളിശ്ശേരി. അല്ലാണ്ട് എന്തല്ല, ശരി. അപ്പൊ പോയിട്ട് ആ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോഴേക്കും നമ്മുടെ കൊച്ചുകുട്ടി ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ കണ്ടോ, മാമ്പഴം നേരെ ചട്ടിയിലേക്ക് അങ്ങോട്ട് വീണു. എന്നിട്ട് നല്ല പഴുത്ത 3 താളി മാങ്ങ, നാടൻ താളി മാങ്ങ അങ്ങനെ ഇരിപ്പുണ്ട്. അതിനകത്തേക്ക് നല്ല പച്ചമുളക് റെഡിയാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിനെ ഇങ്ങനെ കലക്കി അതിന്റെ ചാറ് ഇങ്ങനെ എടുത്തിട്ട് എന്തൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ജ്യോതികയ്ക്ക് എന്ത് വ്യത്യസ്തതയുണ്ട് മാമ്പഴ പുളിശ്ശേരി കൊണ്ടുവരുന്നത്? മാമ്പഴ പുളിശ്ശേരി ചന്ദ്രക്കാരൻ മാങ്ങ ഉപയോഗിച്ചിട്ടാണ്. താളി മാങ്ങ അല്ല, ചന്ദ്രക്കാരൻ. അതെ, ഇത് ചന്ദ്രക്കാരൻ മാങ്ങയാണ്. ചേട്ടൻ ആവശ്യമില്ലാത്ത ഇങ്ങനെ പറഞ്ഞ് ചുമ്മാ വെറുതെ മനുഷ്യനെ കൺഫ്യൂഷൻ ആക്കരുത്. ഇത് ചന്ദ്രക്കാരൻ മാങ്ങയാണ് കേട്ടോ. ചന്ദ്രക്കാരൻ മാങ്ങ ഇതിന്റെ വേറെ പഴുത്ത മാങ്ങ ഇരിപ്പുണ്ടോ? ഇതെങ്ങനെയാണ് അതിന്റെ യഥാർത്ഥം? ഇതാണ് ചന്ദ്രക്കാരൻ മാങ്ങ. നല്ല പഴുത്ത ചന്ദ്രക്കാരൻ മാങ്ങയാണ്. ഇത് എവിടെ പോയി മോള് സംഘടിപ്പിച്ചു കൊണ്ട് വന്നു? ഇതേതാണെന്നറിയോ? കോട്ടുകുണം മാങ്ങ. ഈ വായിക്കൊള്ളാത്ത പേരൊക്കെ ഇട്ടിട്ട് പക്ഷെ സംഭവം ഗംഭീരമാകാനുള്ള സാധ്യത. എന്തൊക്കെയാണ് മോളെ ഇതിലെ അരപ്പ്? എന്തൊക്കെയാണ്? ആദ്യം ഞാൻ മാങ്ങ വേവാൻ വേണ്ടിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ. ഇത് മുങ്ങാൻ പാകമുള്ള വെള്ളം വേണം. പക്ഷെ മധുരത്തിന്റെ എരിവിന്റെ ഉപജ്ഞാതാക്കൾ നമ്മളെ മധുരവും ഇതിന്റെ മധുരം, ഇത് നല്ല മധുരമായിരിക്കും ഈ മാങ്ങക്ക്. ഇതിന്റെ മധുരം, തൈരിന്റെ പുളി, പിന്നെ എരിവ്, ഇത് മൂന്നും കലർന്ന ഒരു അവിടെയാണ് സത്യയുടെ മേള പെരുമ കൊട്ടിക്കേറിക്കൊണ്ടിരിക്കുന്നത് മലയാളിയുടെ നാവിൻ തുമ്പുകളിൽ. ഇനി അങ്ങോട്ട് ഓരോരുത്തരത്തായിട്ട് ഓരോ ഏരിയകളിൽ ചെന്നിട്ട് നമുക്ക് അതിന് മുമ്പ് ചോദിക്കാനുള്ളത്, ഞാൻ സൈഡായിട്ട് കൊടുക്കുന്നത് ഒരു മാമ്പഴോത്സവം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. കൂടെ കൊടുക്കുന്ന ചോറ് അല്ലാതെ മാങ്ങനെ കൊണ്ടൊരു ലസ്സി, പിന്നെ മാങ്ങ അച്ചാറ്, മാങ്ങ ഉപ്പിലിട്ടത്, അങ്ങനെ മാങ്ങ മേളയാണ് കേട്ടോ. ചന്ദ്രക്കാരൻ മാങ്ങ മാത്രമല്ലല്ലോ. ചെറിയ ചെറിയ മാങ്ങകൾ 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം ഇങ്ങനെ കിടക്കുന്നു. അതെ, ചട്ടിക്കകത്ത് കിടന്ന ആ മാമ്പഴം മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. മലയാളി ഇത് പായസത്തിന് വേണ്ടിട്ടാണ്. മാമ്പഴ പായസം. ഇതെല്ലാം നമ്മൾ എന്തും കൂട്ടി കഴിക്കും? ചോറ് കൂട്ടി കഴിക്കും.
ഇപ്പോഴേ അതിന്റെ രുചി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മാമ്പഴ പായസത്തിന് വേണ്ടി ഇച്ചിരി പുളിയുള്ള മാങ്ങയാണ് ഇത് അല്ലേ? പഞ്ചസാര ചേർക്കുമല്ലോ. മാങ്ങയുടെ സീസൺ ആയി വരുന്നതേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് സാരല്ല. എന്നിരുന്നാലും അത് ഗംഭീരമായിരിക്കും. മധുരം കൂടുതൽ. പിന്നെ നിങ്ങളുടെ നാട്ടിൽ അത്യാവശ്യം മാങ്ങ കൂടുതലുണ്ട്. ഇല്ല, എന്റെ അവിടെ മാങ്ങയില്ലാത്ത നാടാണോ കാസർഗോഡ്? കുറവാണ്, ഇപ്പൊ കിട്ടാനില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അതെ, ശരി. പക്ഷെ ഇവിടെ അങ്ങനല്ല, മാങ്ങയേ ഉള്ളൂ അല്ലേ? മാങ്ങ മാത്രമുള്ള തിരുവനന്തപുരത്താണ് നമ്മൾ ഉള്ളത്. അവിടെയാണെങ്കിൽ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലെ മാങ്ങാ തോട്ടം. ഞങ്ങളുടെ വീട്ടിൽ നല്ല മധുരമുള്ള കോട്ടുകോണ മാങ്ങയുണ്ട്. പക്ഷെ ഇപ്രാവശ്യം വേനലായതുകൊണ്ട് അത്രയ്ക്ക് പിടിച്ചിട്ടില്ല. ഇല്ല, പിന്നെ അത് ഇത്തവണത്തെ ഈ മാവുള്ള വീടുകളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത്തവണത്തെ ചൂടിന്റെ കാഠിന്യം കൊണ്ട് കുറെ കൂടുതൽ മാമ്പൂ പൊഴിഞ്ഞു പോയി. അതെ അതെ അതെ. മാങ്ങയുടെ എണ്ണം തീരെ കുറയുന്നുണ്ട്. അതിന് ഇപ്പോഴേ നമ്മൾ വെള്ളം സേവ് ചെയ്തൊക്കെ ഇരിക്കുന്നത് നല്ലതാണ്. ഇത്തവണത്തെ ഉണക്ക് കുറച്ച് കൂടും. പിന്നെ അതുകൊണ്ട് ഒരു ഗുണമുണ്ട്, മാമ്പഴത്തിനെ ഇങ്ങനെ പതിയെ ഉണക്കിയൊക്കെ എടുത്ത് സൂക്ഷിച്ച് അടമാങ്ങയൊക്കെ അല്ല തെര ഉണ്ടാക്കാന്ന് പറയും. മാമ്പഴം അതായത് മറ്റേ പനയോലയില് മാമ്പഴത്തിന്റെ ജ്യൂസ് തേച്ച് പിടിപ്പിച്ച് വെയിലത്ത് വെച്ച് ഉണക്കി അത് പിന്നീട് ഉപയോഗിക്കും. ഒത്തിരി ഉള്ളപ്പം അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അത് ഈ ചെയ്യുന്നവരൊക്കെ ഒത്തിരിയേറെ പേര് കാണുമായിരിക്കും. അല്ല, ഇതെന്താണ് ഇതിന്റെ അകത്തിരിക്കുന്നത്? ഇത് ഞാൻ മൊത്തം വെജിറ്റേറിയൻ എന്ന് വെച്ചാൽ മാമ്പഴ പുളിശ്ശേരി ആയതുകൊണ്ട് ഒരു വ്യത്യാസത്തിന് വേണ്ടി മീൻ വെച്ചിട്ട് ഒരു തോരൻ വെക്കാന്ന് വിചാരിച്ചു. മീൻ തോരനും മാമ്പഴ പുളിശ്ശേരിയും ചോറും പപ്പടം ചുട്ടതും ഒക്കെയാണ്. അതാണല്ലോ അല്ലെങ്കിലും അതിന്റെ ഒരു ട്രഡീഷണൽ സംഭവം എന്ന് പറയുന്നത്. നമ്മൾ മീൻ ഉൾപ്പെടുത്താറില്ല, പക്ഷെ നമ്മൾ മീൻ ഉൾപ്പെടുത്തുന്നു. അല്ല, ട്രഡീഷണൽ മീൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ട്രഡീഷണൽ മാമ്പഴ പുളിശ്ശേരി ആയിക്കോട്ടെ. തീരെ ട്രഡീഷണൽ അല്ല എങ്കിലും നമ്മൾ ട്രഡീഷണൽ മാമ്പഴ പുളിശ്ശേരി മനസ്സുകൊണ്ട് സാന്ദ്ര ട്രഡീഷണൽ ആണ്. പിന്നെ ഓരോന്നായിട്ട് പറഞ്ഞു തന്നെ. എന്താ രണ്ടേ മാങ്ങ മാത്രം? ഞാൻ മാങ്ങ അരച്ചിട്ടുണ്ട്. കുറച്ചുകൂടി അരച്ചിട്ടുണ്ട്. അതായത് മാങ്ങ നമ്മള് അത് വേവിക്കായിട്ടേക്കുവാ. ഇത് രണ്ടെണ്ണം വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. രണ്ട് നല്ല മഞ്ഞ നിറത്തിലുള്ള മാങ്ങ പിന്നെ ഞാൻ അരച്ചിട്ടുണ്ട് മസാലയിൽ. അപ്പം അതിന്റെ ഫ്ലേവർ കുറച്ചുകൂടെ കൂടുതലായിട്ട് പിടിക്കും കേട്ടോ. അതുകൊണ്ടാണ് അതിൽ കുറച്ചിട്ടേക്ക്. ഫ്ലേവർ പിടിക്കാനുള്ള നല്ല മാങ്ങ ഇവിടെ അരച്ചു വെച്ചിട്ടുണ്ട്. അതേ കളർ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് മാങ്ങ ഉണ്ടോ? ഇല്ല. ഇത് ബീറ്റ്റൂട്ട് മെഴുക്ക് പുരട്ടി. മെഴുക്ക് പുരട്ടിയും ചോറും മാമ്പഴ പുളിശ്ശേരിയുമാണ് നമ്മുടെ ഉദ്ദേശം. ആയിക്കോട്ടെ, അത് അങ്ങനെ എല്ലാം റെഡി ആയി. അല്ല, അതെന്തായാലും ഉണ്ടാവുമല്ലോ. കോളിഫ്ലവർ ഇരിക്കുന്ന എന്തിനാണ്? ഗോപി കോളിഫ്ലവറും ഒരു ഫ്രൈ ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട് ഇതിലേക്ക്. ഒരുക്കങ്ങൾ. നമസ്കാരം. നമസ്കാരം. 5 മാങ്ങ, 1 2 3 4 5 6 എണ്ണം. ഇത് വിശാഖപട്ടണത്ത് കൊണ്ടുവന്നതാണോ അതോ നാട്ടിൽ കറങ്ങി നടന്ന് സംഘടിപ്പിച്ചതാണ്? ഇതിനെന്തെങ്കിലും പേരുണ്ടോ ഈ മാങ്ങയ്ക്ക്? ചന്ദ്രക്കാരൻ. എല്ലാവരും ചന്ദ്രക്കാരൻ മാങ്ങയിലേക്കാണ്. ചന്ദ്രൻ ചേട്ടന്റെ കടയിൽ നിന്നാണ് ഇവരെല്ലാരും വാങ്ങിച്ചത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ചന്ദ്രക്കാരൻ മാങ്ങ തന്നെ ഉപയോഗിക്കണമെന്ന് ടിപ്പിൽ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, ഇതിലാണ് ടേസ്റ്റ് ജാസ്തി. അതായത് കൂടുതൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ചന്ദ്രക്കാരൻ മാങ്ങ തന്നെ ചോദിച്ചു വാങ്ങിക്കണം. ഏകദേശം ഈ വലിപ്പത്തിൽ. ഇനി ഞാൻ പറയട്ടെ, ഈ മാമ്പഴ പുളിശ്ശേരിയോടൊപ്പം ചോറുണ്ട്. അതിനോടൊപ്പം നമുക്ക് നല്ല പായസവും റെഡിയാക്കിയിട്ടുണ്ട്. അത് പക്ഷെ മാമ്പഴ പായസം അല്ല, നല്ല കാഷ്യൂ നട്ട്സ് കിടക്കുന്ന ഒന്നാന്തരം പായസം. ഇവിടെ പാൽപായസം തന്നെയാണോ ഇത്? പാൽപായസം ഇതാണ്. ഇപ്പം പിന്നെ ഒരു കോക്കനട്ട് ഇട്ടിട്ടുള്ള ഒരു സമോസ ചെയ്യുന്നുണ്ട്. അപ്പൊ അതത്രയും തയ്യാറായിരിക്കുന്നത് പോലെ തന്നെ ഇവിടെ ഇതിരിക്കുന്നത് ബദാം ഇരിക്കുന്നതിന്റെ പിന്നിൽ എന്താ ഉദ്ദേശം? ഇതിലിടാൻ വേണ്ടിട്ടാണ്. നമ്മളുടെ പായസത്തിലും പിന്നെ ഈ പറയുന്ന ഇതാണല്ലോ ചന്ദ്രക്കാരൻ മാങ്ങ. ഇല്ല, ഇത് ചന്ദ്രക്കാരനല്ല, ഇത് വേറെ എന്തോ കാരനാണ്. ഏതോ കാരൻ മാങ്ങ ചന്ദ്രക്കാരൻ ഈ കിടക്കുന്നത്. സൂക്ഷിച്ചിരിക്കുന്നത് ഗാർണിഷിങ്ങിനും പിന്നെ കുറച്ചൊരു സൈഡ് ഡിഷ്. വെരി ബെസ്റ്റ്. കാര്യങ്ങൾ ഗംഭീരമായിട്ട് നടക്കട്ടെ. എന്നിട്ട് എന്തായി കാര്യങ്ങൾ? എന്തായി?
ഇവിടെ നമ്മൾ ഇത്രയും നേരം കണ്ടതൊക്കെ ചന്ദ്രക്കാരൻ മാങ്ങയെ മുഴുവനായിട്ട് തന്നെ ഇട്ടിരിക്കുന്നതാണല്ലോ. ഇവിടെ അങ്ങനല്ല. ഇത് സിന്ദൂർ മാങ്ങയാണ്. ഇത് സിന്ദൂർ മാങ്ങയാണ്. കണ്ടോ, പീസായിട്ട് സിന്ദൂർ മാങ്ങ അരിഞ്ഞിട്ട്. ഗ്രേവി ഒക്കെ ആയിട്ടുണ്ടല്ലേ, നല്ല തിക്ക് ഗ്രേവി ആയിട്ട്. കുറച്ച് ഇത് മാമ്പഴ പുളിശ്ശേരിയുടെ ട്രഡീഷണൽ വേ എന്ന് പറയുന്നത് കുറച്ച് റെഡ് ചില്ലി ഇടണം അതിനകത്ത്. റെഡ് ചില്ലിയും ഇത്തിരി കുരുമുളകും ഇട്ട് ലേശം ഇട്ടിട്ട് പിന്നെ പച്ചമുളക് ഇടലാണ് അതിന്റെ ട്രഡീഷണൽ രീതി. ഈ കാണുന്നതെല്ലാം ഇതിനകത്ത് ഉപയോഗിക്കേണ്ടതാണോ? ഓൾമോസ്റ്റ് എല്ലാം. പക്ഷേ പഴയ അരപ്പാമ്പട്ടിയുടെ ഒരു ഏലക്കയില്ല, ഏലക്കയും കുരുമുളകും അതിനകത്ത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാമ്പഴം ഇതാണോ സിന്ദൂർ മാങ്ങ എന്ന് പറഞ്ഞത്? അല്ല, 2 ടൈപ്പ് മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് പുളിയുള്ള മാങ്ങയാണ്. ഇത് കുറച്ച് പുളിക്ക് ലേശം ഇത് ഇടുന്നുണ്ട്. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിട്ടാണ്. എന്റെ ഹസ്ബൻഡ് ഉണ്ടാക്കി തന്നെയാണ്. പുള്ളിക്കാരന്റെ കലാവിരുതാണത്. പക്ഷെ ഇതിനകത്ത് പുളി കുറവാണ് കേട്ടോ. വലിയ പുളിയൊന്നും പറയാനില്ല. നല്ല മനോഹരമായിട്ടുള്ള മാങ്ങയാണ്. അപ്പൊ സിന്ദൂർ മാങ്ങ തിരഞ്ഞെടുത്തത് ഇതിനകത്ത് രുചി ജാസ്തിയാകാനായിട്ടാണോ, അതോ തിക് ഗ്രേവി കിട്ടാനാണോ? സിന്ദൂർ മാങ്ങയാണ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ മനസ്സിലായത്. അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഇപ്പോഴാണ് മനസ്സിലായത് ചന്ദ്രക്കാരൻ മാങ്ങയാണ് കുറച്ചുകൂടി മധുരം കൂടുതലെന്നല്ലേ? ശരി, കാര്യമില്ല, പോകും. നമ്മളെത്ര പുളിശ്ശേരി വെക്കാൻ കിടക്കുന്നു ഇല്ലേ പെങ്ങളെ? ഇത് മാമ്പഴ പായസമാണ് അല്ലേ? ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ടാ. ഇത് വെച്ചിട്ട് എന്താ ചെയ്യുന്നത്? ഇത് ശരിക്കും മാംഗോ ഹൽവ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇതൊക്കെ ഇട്ട് ഒരു ഡെസേർട്ട് ആക്കും. മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയുള്ള മാംഗോ ഇവിടെ റെഡിയാണ്. ചന്ദ്രകാരനും അല്ലാത്ത കാരണമല്ല, ഇത് പാവംകാരൻ. പിന്നെ ആണോ? അത് കണ്ടപ്പോഴേ എനിക്കറിയാം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഇത് പായസവും അല്ല പുഡിങ്ങും അല്ല, പേരറിയത്തില്ല. എന്തെങ്കിലും ഒരു പേരിട്ടിട്ട് കൂടെ സർപ്രൈസ് ഇടേണ്ടി വരും. അതന്നെ, ഈ മേളം മറക്കാത്ത സ്വാദാണല്ലോ നമ്മൾ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും മറക്കാത്ത ടേസ്റ്റ് തന്നെയാണ്. ഇത് സാധാ നാട്ടുമാങ്ങയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പൊഴിഞ്ഞു വീഴത്തില് കുറെ ഉണ്ടാവണ. എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇത് ചന്ദ്രൻ മാങ്ങയല്ല, പേരും എനിക്കറിയില്ല. ഇത് കുഞ്ഞുമാങ്ങ. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പൊഴിഞ്ഞു വീഴുന്ന സാധാരണ കാട്ടുമാങ്ങ, റോഡ് സൈഡിലൊക്കെ വലിയ മരം. വലിയ മരം. ആ മരത്തിന്റെ താഴെ 100 രൂപയ്ക്ക് 1 കിലോ ഒക്കെ വിൽക്കുന്ന മാങ്ങയാണ്. പക്ഷെ ഇത് നമ്മുടെ പ്രിയോർ മാങ്ങയാണ്. അത് പേരക്ക മാങ്ങ എന്ന് പറയുന്നത്. ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. അതെ, ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സീസൺ ആയിട്ടില്ല, ഉണ്ടായി തുടങ്ങണേ ഉള്ളു. അപ്പൊ ഇതുകൊണ്ട് ഇപ്പൊ എല്ലാരും പറയണ പോലെ അത്ര മധുരം ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതുകൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു ഈ ഇതിന് വേണ്ടിട്ട്, ഈ പുഡിങ്ങിന് വേണ്ടിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈ മാങ്ങ. അതാ, പക്ഷെ മാമ്പഴ പുളിശ്ശേരിയിലും ഇതുകൂടെ മിക്സ് ചെയ്താൽ നന്നായിരിക്കും. കാരണം ഇതിനിപ്പം മധുരം ഇല്ല, പുളി മാത്രം മുന്നിൽ നിൽക്കുന്നു. പക്ഷെ എങ്കിലും നമ്മുടെ ഒരു ട്രഡീഷണൽ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ ചെറിയ മാമ്പഴം തന്നെ ഇങ്ങനെ കിടക്കണം മേളിൽ ഇങ്ങനെ. നമ്മളിങ്ങനെ കഴിക്കുമല്ലോ. നടക്കുന്നുള്ളൂ, വേറൊന്നും കാണുന്നില്ലല്ലോ. പുഡിങ് മാത്രമേ ആയുള്ളൂ. പുഡിംഗ് ആയി. പിന്നെ മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് തേങ്ങ അരക്കണം. പുളിശ്ശേരി എളുപ്പമുള്ള കാര്യം, ഒരു 20 മിനിറ്റ് കൊണ്ട്. 1 മണിക്കൂറൊന്നും തരണ്ടായിരുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. പുളിശ്ശേരി ഇവിടെ നമ്മൾ ഇതുവരെ കണ്ടത് മഞ്ഞ നിറത്തിലുള്ള പുളിശ്ശേരി ആയിരുന്നെങ്കിൽ ഇവിടെ ഓറഞ്ച് നിറത്തിലുള്ള പുളിശ്ശേരി അത് കഴിഞ്ഞിട്ട് കണ്ടോ? ഇതും ചന്ദ്രക്കാരൻ മാങ്ങ തന്നെയാണോ സോണി? എന്താ പേരെനിക്കറിയില്ല, നാട്ടുമാങ്ങയാണ്. ചെറിയ ഇല്ല, കുക്കായിട്ടില്ല. പക്ഷെ ആ മാങ്ങയുടെ ഫ്ലേവർ മാതിരി തന്നെ. ഇത് കഴിഞ്ഞെങ്കിൽ അത് റെഡി ആവുന്ന സമയത്ത് ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാം. 1 2 3 പറഞ്ഞാലേ മാജിക് ബോക്സ് തുറക്കുള്ളൂ. 1 2 3 മാങ്ങയുടെ പായസം. ഇതിലേതാ ഇളക്കണ്ടേ? അപ്പോ ഇന്ന് വിഭവ സമൃദ്ധമായിട്ട് ഈ പറഞ്ഞ പോലെ മാമ്പഴ പായസവും മാമ്പഴ പുളിശ്ശേരിയും മാങ്ങ അച്ചാറും ചോറും ഒക്കെ കൂടിയായിട്ട് നമ്മൾ തകർക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അയ്യോ, ബാക്കി പാടൂ. ഇങ്ങനെയൊന്നും കോരി കൊടുക്കരുത് കേട്ടോ. കൊച്ചിനെ കൊതിപ്പിച്ച് ഇങ്ങനെ ആക്കി എടുത്തു. ഇതിനകത്ത് ഇപ്പൊ നിലവിലുള്ളത് പഴം ഇട്ടിട്ടുണ്ട്. എന്തൊക്കെയുണ്ട്? മാമ്പഴം, പിന്നെ ഇല്ല, പാല് മാത്രം. പാല് വറ്റിച്ചതും
പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഇട്ടിട്ടുണ്ട്. അസാധ്യ രുചിയാണ്. വീട്ടിലൊക്കെ പരീക്ഷിക്കാവുന്ന ഒരു വിഭവമാണ് ഈ മാമ്പഴ പായസം എന്ന് പറയുന്നത്. ഒന്ന് പറഞ്ഞത് എങ്ങനെ ഉണ്ടാക്കിയിട്ട്? ഒന്നുമില്ല, പാലും പഞ്ചസാരയും ഇട്ട് വറ്റിച്ച് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തതാ. വീട്ടില് കഴിഞ്ഞ വീക്കില് ഹസ്ബൻഡിന്റെ കൊളീഗ്സ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പം ട്രൈ ചെയ്തതാ. വെറുതെ നല്ല ഇഷ്ടമായി എല്ലാവർക്കും. വേറെ ഒന്നുമില്ല, പാലും അതും വറ്റിച്ചിട്ട് മാങ്ങ നല്ല പഴുത്ത മാങ്ങ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഇത് ചെയ്തിട്ട് ഉടച്ചിട്ടിട്ടിട്ട് ഇല്ല ഇല്ല കുറച്ച് ഒരു കപ്പ് തിക്ക് തേങ്ങാപ്പാല് ഞാൻ പോകുന്നു. പിന്നെ അല്ലാതെ ഇപ്പൊ വീട്ടിൽ അയൽവക്കത്തെ ചേച്ചിയുടെ ഒക്കെയാണ്. വീട്ടിലെ എല്ലാം ഈ കൊണ്ടുവന്ന് കഴിഞ്ഞില്ലേ, ഇനി വീടും കൂടെ എടുത്തുകൊണ്ടെന്ന് ഇവിടെ വെച്ചാ പരിപാടി നടക്കും. ഇതിപ്പോ എന്താണ് സാധനം? കല്ലോ? ഇത് കൽച്ചട്ടി. കണ്ടോ, കൽച്ചട്ടിയാണിത്. വീട്ടിലൊക്കെ പുളിശ്ശേരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണ്ട് എല്ലാരും കൽച്ചട്ടിയിലാണ് വെച്ചോണ്ട്. ഗുണം ടേസ്റ്റാന്ന് പറയാതെ. കൽച്ചട്ടി ആകുമ്പോ ഒരു ഗുണമുള്ളത് ഇതിനകത്തേക്ക് പൂർണ്ണമായി ചൂട് കയറും. പിന്നെ തീ ഓഫ് ചെയ്താലും നല്ല ചൂട് നിന്ന് തിളക്കും. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചന്ദ്രക്കാരൻ മാങ്ങയാണ്. കണ്ടപ്പോ ഇങ്ങനെ പഠിച്ചു പഠിച്ചു. അതൊരു ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ അരിഞ്ഞു വെച്ചതാ. മധുരമുള്ള മാങ്ങ. അഞ്ചല്ല ഇനി 50 നൂറ്റാണ്ടായാലുണ്ടല്ലോ മാമ്പഴത്തെ കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും. കാര്യം മാമ്പഴം നമുക്ക് അത്ര ഇഷ്ടമാണ്. അവിടെ കണ്ടൊരു കാര്യമുണ്ട് കേട്ടോ. ഇതാണ് മാമ്പഴ പുളിശ്ശേരി. അല്ല, അത് മാമ്പഴ പുളിശ്ശേരി അല്ല, ഞാനത് വളരെ വ്യത്യസ്തമാണെന്ന് ആലോചിക്കായിരുന്നു കേട്ടോ. തോലൊക്കെ ഇട്ട് മാമ്പഴ പുളിശ്ശേരി എന്ന് പറയാം. തോലിടില്ല, പക്ഷെ ഇത് ഈ മാങ്ങ ഉണ്ടല്ലോ, ഇത് നാരുമാങ്ങ അല്ല ചപ്പിക്കുടിയൻ മാങ്ങ എന്നൊക്കെ പറയും. ചന്ദ്രക്കാരൻ അതേ സാധനം തന്നെ. പക്ഷെ അതായത് ഈ മാമ്പഴമാണ് നമ്മൾ ഈ പഴുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ചെറിയ പീസ് ഇട്ടിട്ട് അതന്നെ ആ മാങ്ങ. അതെ അതെ, ശരി. എന്നിട്ട് അപ്പൊ അതിന്റെ ഈ തോലും നല്ല ശരിക്കും തോലിന് നല്ല മണമായിരിക്കും. ആ തോലൊന്നും എടുത്ത് മണത്താ അറിയാതെ. അപ്പൊ നമ്മൾ ആ തോല് കുറച്ച് എല്ലാം വാങ്ങി ഇങ്ങനെ എടുത്തിട്ട് ആ തോലിട്ടിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഞൊരടിയ ആ തോലിന്റെ ഉള്ളിൽ ഇതൊക്കെ പോരും. ഞാനിത് കഴിച്ചു നോക്കിയാലും രുചി കാണുമല്ലോ. ഇല്ല, തോലത്തെ രുചിയൊക്കെ ഇപ്പൊ ഈ വെള്ളത്തിനകത്ത് വന്നിട്ടുണ്ടാവും. അപ്പൊ ഇത് ഉണ്ടോ, വെള്ളം തന്നെ തിക്കായിട്ടില്ലേ, ഇതിലാണ് നമ്മൾ ഈ മാങ്ങ വേവിക്കുന്നത്. ഇതില് വേവിച്ചാ മതി. അതിലാണ് മാങ്ങ വേവിക്കുന്നത് കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാ വെച്ചാൽ ഈ മാങ്ങയുടെ സീസണായ നമ്മുടെ ഒരു പഴയ തറവാടാ. അപ്പൊ സ്ഥിരമായിട്ട് നമുക്ക് എന്താ പറയാ, മാങ്ങയുടെ സീസൺ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കും അവസാനം. അത് വരെ ഇതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞു കേട്ടു വയലുണ്ട്, ഇപ്പൊ പറയുന്നു നിറയെ. അതെ, ഞാൻ പാലക്കാടുന്ന മുതലമട മാംഗോ സിറ്റിയാണ്, അറിയില്ലേ? 200-ലധികം വെറൈറ്റി മാങ്ങകൾ നാട് തന്നെയാണ്. ചോദിച്ചു വന്നതല്ല, അവിടെ പത്തായവും പത്തായപുരയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അസാധ്യമായ ഒരു തറവാടിലെ കുട്ടിയാണ്. അതെ അതെ. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇങ്ങോട്ട് ചോദിച്ചാൽ മതി. നാട്ടും പുറത്ത് ഒന്നാന്തരം പാലക്കാട് സാധനം കൊണ്ടുവരും. പിന്നെ നമ്മുടെ മുതലമട 200-ലധികം വെറൈറ്റി മാംഗോസ് അവൈലബിൾ ആണ്. അതെ, നമ്മുടെ ബംഗൻപള്ളി മാങ്ങയെക്കാളും ഒക്കെ നല്ല ടേസ്റ്റി ആയ മാങ്ങകൾ കൊണ്ടുവരാൻ വന്നിരിക്കും. സീസൺ തുടങ്ങിയല്ലേ ഉള്ളൂ. ഇതിന്റെ കൂടെ നമ്മൾ എന്താ കഴിക്കാൻ പോകുന്നത്? അതിന്റെ കൂടെ ഞാൻ ഇതിൽ കുറച്ച് എന്താ പറയാ, എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി മാമ്പഴ പുളിശ്ശേരിയിൽ. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ പപ്പടം മാത്രമേ വെക്കുള്ളൂ. ഞങ്ങൾ കുട്ടികളാവുമ്പളേ ഈ മാങ്ങാണ്ടി ഉണ്ടല്ലോ, അത് കറിയുന്ന ഒരു പാത്രത്തിൽ എടുത്ത് പപ്പടം ഇട്ടിട്ട് ആ പുളിശ്ശേരിയിൽ ഇങ്ങനെ ഇട്ട് അല്ലേ. മാങ്ങ പുളിശ്ശേരിയാണ്, മാമ്പഴ പുളിശ്ശേരിയാണ് നമ്മൾ ഇനി അടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. മലപ്പുറത്ത് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു മാമ്പഴ പുളിശ്ശേരി കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇച്ചിരി പാടായിരുന്നു നമുക്ക് പഠിച്ചെടുക്കാൻ.
പാടല്ല, എനിക്ക് കൂടുതൽ നോൺ വെജിനേക്കാളും വെജ് ചെയ്യാനാണ് ഇഷ്ടം. എനിക്ക് വെജ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇത് കാഴ്ചയിൽ തന്നെ നമുക്കൊരു നല്ല ടേസ്റ്റി ഫീൽ മാമ്പഴ പായസം കപ്പലിറങ്ങുന്നുണ്ടോ? അരപ്പും കൂടെ ചേർക്കാനുണ്ട്. കഴിഞ്ഞിട്ടില്ല. അതെ, ശരി, പറഞ്ഞു എന്തൊക്കെയാണ് നമ്മുടെ വക ടിപ്പുകൾ? നന്നായിട്ടുണ്ട്. ഞാൻ സിന്ദൂർ മാങ്ങയും ചന്ദ്രക്കാരും മാങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. സിന്ദൂർ മാങ്ങ നന്നായിട്ട് ചോപ്പ് ചെയ്ത് നന്നായിട്ട് കുറച്ച് നെയ്യിൽ വഴറ്റിയെടുത്തു. അതെനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ബ്രാഹ്മണാണ്, വരണ്യ. അത് ആ മാംഗോ ഒന്ന് വഴറ്റിയെടുക്കുക, എന്നിട്ട് മറ്റേ മാങ്ങ ഇട്ട് കൊടുക്കുക. കുറച്ച് മതി നെയ്യ് കേട്ടോ. അപ്പൊ അത് ഇനി നമ്മുടെയൊക്കെ അടുക്കളപ്പുറങ്ങളിൽ പരീക്ഷിക്കേണ്ട ഒന്നാണ്. ചോറിന്റെ കൂടെ ഇത് കഴിക്കാൻ ഞങ്ങൾ തന്നെയാണോ? ചോറും പുളിശ്ശേരിയും, മാമ്പഴ പുളിശ്ശേരിയും ചോറും റെഡിയായി വരുമ്പോഴേക്കും പറഞ്ഞ എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയുടെ കൂടെ മാമ്പഴം. ഞാൻ മാമ്പഴം എന്ന് പറയുമ്പോ തന്നെ വായിൽ വെള്ളം വരും. പഴം എന്നുള്ളത് ബളായി മാമ്പഴം അല്ല, ഇത് ഞാൻ വാങ്ങിച്ചത്. പക്ഷെ നമ്മുടെ അവിടെ ഒക്കെ ഉണ്ട്, പക്ഷെ സീസൺ അങ്ങോട്ട് ആയി വരാൻ. നമ്മുടെ മേളം മറക്കാത്ത സ്വാദ് പ്രസന്റഡ് ബൈ മെഡിമിക്സിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. അതിലിവിടെയും ചന്ദ്രക്കാരൻ മാങ്ങ തന്നെ കിടന്ന് തിളച്ചോണ്ടിരിക്കുന്നുണ്ട്. നമ്മളവിടെ ചന്ദ്രക്കാരൻ മാങ്ങ എന്നല്ല പറയാ, മുട്ടിക്കുടിയൻ മാങ്ങ എന്ന് പറയും. മുട്ടിക്കുടിയൻ. നേരത്തെ അവിടെ ചപ്പിക്കുടിയൻ മാങ്ങ, മുട്ടിക്കുടിയൻ മാങ്ങ. മുട്ടിക്കുടിയൻ മാങ്ങ എന്തായാലും നല്ലൊരു മാങ്ങ, അത്ര തന്നെ. പിന്നെ ഇത്തവണത്തെ ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നതിൽ ചെറിയ സന്തോഷമുണ്ട്. കാരണം ഇത്തവണ ഞാൻ ഇതിൽ ചേർക്കാൻ പോകുന്ന തൈര് എന്റെ പാപ്പന്റെ വീട്ടിലെ പശുവിന്റെ തൈരാണ്. പാപ്പന്റെ വീട്ടിലെ പശു, നന്ദിനി പശു എന്ന് വിളിക്കുന്ന ആ പശുവിന്റെ തൈര് അമ്മാതിരി ചെക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വെച്ച് എനിക്ക് ഒരു സംഭാരം കൂടി ഇതിൽ ഉണ്ടാക്കി തരണം. അത് അത്രയും കട്ടി തൈര് കണ്ടതിന്റെ ഒരു കൊതിക്ക് വേണ്ടി പറഞ്ഞതാ. മാത്രമല്ല, നാട്ടില് വീട്ടിലൊക്കെ പശുവിൽ നിന്ന് തൈരെടുക്കാന്ന് പറയുന്ന തമാശക്ക് പറഞ്ഞെങ്കിലും സംഭവം ഇപ്പൊ റേറാ, എല്ലായിടത്തും കിട്ടുന്ന ഒന്നല്ലല്ലോ. ഇതിന്റെ കൂടെ നല്ല അയല വറുത്തതുണ്ട്. അതാണ് അല്ലേ? ശരിക്കും ഒരു കഞ്ഞിയും ഒരു ചമ്മന്തിയും. ചമ്മന്തി ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഈ മാമ്പഴ പുളിശ്ശേരിയും അതിന്റെ കൂടെ വീണ്ടും തിരിച്ചു കൊടുത്താൽ മാമ്പഴ പുളിശ്ശേരിയും അതിന്റെ കൂടെ ഈ ഒരു അയില വറുത്തത് കൂടി ഉണ്ടെങ്കിൽ സാറേ. അല്ല, സത്യം പറഞ്ഞ എന്റെ സാറേ, ഇതിന്റെയൊക്കെ പിന്നിലെ സാർ ആരാണ്? ആരാ ഇതൊക്കെ പഠിപ്പിച്ചിരുന്നത്? വേറെ ആരാ, എന്റെ അമ്മ. അമ്മേന്റെ പേരെന്താണ്? അമ്മയുടെ പേര് എൽമി. എൽമി അമ്മ കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് കേട്ടോ. കാര്യം മകന് കിട്ടിയിരിക്കുന്ന കൈപുണ്യത്തിന്റെ ഇരട്ടി നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണല്ലോ ഞങ്ങളുടെ വിശ്വാസം. ദുബായിലൊക്കെ ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ടാസ്ക് അല്ലേ? വളരെ അപൂർവം, വളരെ അപൂർവം. പിന്നെ പക്ഷെ അങ്ങനെയൊക്കെയാണ് വരുമായിരിക്കും. വളരെ റെയർ ആയിട്ട് സീസണിൽ ഇപ്പൊ തന്നെ ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞിട്ടോ. വളരെ ടേസ്റ്റ് ഒക്കെ ഉള്ളത് ചോറാണ്. മാമ്പഴം തൈരും കൂടെ അതിന് താളിച്ചാൽ മാത്രം മതി. കേട്ടോ, കാര്യങ്ങൾ നടക്കട്ടെ. പിന്നെ മാച്ച് ആൻഡ് മാച്ചിൽ പറഞ്ഞ എന്തൊക്കെയായി എങ്ങനെയൊക്കെയാണ്? തൈര് ഇട്ടിട്ടില്ല, ചന്ദ്രക്കാരൻ മാങ്ങയും ഇതുപോലെ സിന്ദൂര് മാങ്ങയും ഞാൻ ഉടച്ചു ചേർക്കും. എന്നിട്ട് ഇപ്പൊ വേവിച്ചു വെച്ചേക്കണേണ്. ഞാൻ കൂടുതലും മുളക് പൊടിയാണ് കൂടുതൽ മുൻപോട്ട്, സ്പൈസിയും എന്നാലും മധുരവും സ്പൈസിയും കൂടെ വരുമ്പോൾ ഓരോരോ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ എത്രയോ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിരിക്കും. പക്ഷേ മാമ്പഴ പുളിശ്ശേരി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയണ്ടേ, ഇത് ഞാൻ കുറച്ചൊരു സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്ത് 2-3 പ്രാവശ്യമായിട്ട് എനിക്ക് സജ്ജന പറഞ്ഞ പോലെ വെജ് താല്പര്യം എന്ന് പറഞ്ഞ പോലെ എനിക്ക് വെജിനോട് ഒരു താല്പര്യമില്ല. കാണുമ്പോ എനിക്കറിയാലോ, എന്നെ കാണുമ്പോ അറിയില്ലേ. എന്റെ ഹസ്ബൻഡ് ഒരു നായരാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്.
അപ്പൊ പുള്ളിക്ക് ഇഷ്ടം വെജാണ്. പക്ഷെ ഇപ്പൊ കൂടി ഈ മാമ്പഴ പുളിശ്ശേരിക്കകത്ത് മധുരവും എരിവും മിക്സ് ആകുന്നത് പോലെയാണ് ഇവരുടെ കല്യാണം. ഈ കൂടെയുള്ള ഒരു നായരും ഒന്നാന്തരം ഒരു സത്യക്രിസ്ത്യാനി. ശരി, രണ്ടുപേരും കൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്നതൊരു വലിയ സന്തോഷം. കുറച്ചു നേരമായിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയെന്ന് അറിയോ? നല്ല മാമ്പഴ പുളിശ്ശേരി ചേച്ചി ഉണ്ടാക്കുന്നതിനകത്താണ് ടേസ്റ്റ് കൂടുതലും. എന്നിട്ടും ഇതിനകത്ത് നിന്ന് എന്തുകൊണ്ട് ചെമ്മീൻ്റെ മണം വരുന്നു എന്നാണ് ഞാൻ സത്യമായിട്ട് ആലോചിച്ചത്. ചെമ്മീൻ ഭയങ്കര കോമ്പിനേഷനാണ്. ഉണക്ക ചെമ്മീനും മാമ്പഴ പുളിശ്ശേരിയും ഒരു തോരനും ഒരു അച്ചാറും അല്ലെങ്കിൽ എന്തെങ്കിലും കാന്താരി മുളക് കൊണ്ട് ചെയ്യുന്നത് ഭയങ്കര സൂപ്പറാണ്. അതിന് മുളകിട്ടിട്ടില്ല, വറുത്ത് വെച്ചേക്കണേണ്. അല്ല, അതാണ് ഞാൻ സൈഡ് വെക്കുന്നത്. ചോറ്. അപ്പൊ ചോറിന്റെ കൂടെ ഉണക്ക ചെമ്മീനും പിന്നീട് മാമ്പഴ പുളിശ്ശേരിയും ഒക്കെ ആയിട്ട് നമ്മൾ ഇന്ന് തകർക്കാൻ പോവാണ്. നമ്മുടെ സന്തോഷേട്ടന്റെ ചെറിയ സങ്കടം. സാധാരണഗതിയിൽ ഞങ്ങളുടെ സന്തോഷേട്ടനാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ടിന്റുമോ അല്ലെ? എല്ലാവരെയും ചിരിപ്പിച്ചും സ്വയം ചിരിച്ചും ഒക്കെ പുള്ളിക്കാരൻ ഇങ്ങനെ നടക്കും. ഇന്നൊരു ചെറിയ സങ്കടം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ സങ്കടം? അപ്പൊ എന്നോട് പറഞ്ഞു, എന്നെ അഭിനയിക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ പറയാൻ പാടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ അഭിനയിക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഒറ്റയ്ക്ക് അതിനായിട്ട് വീട്ടിൽ നിന്ന് ഒരാളെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് സന്തോഷേട്ടൻ അല്ലേ? അത് മൂത്ത ഞങ്ങള് 12 മക്കളാണ്, സഹോദരങ്ങൾ. മൂത്ത സഹോദരിയുടെ മോള. അതെ അല്ലേ? അത് മൂത്ത സഹോദരിയുടെ മോളെന്ന് പറയുമ്പോ താങ്കൾ അമ്മാവനാണ്. അമ്മാവനും മകളുമാണ് കേട്ടോ. ശരി, അപ്പൊ മകളുടെ പേരെന്താണ്? സീം ദിനേശ്. എന്താ? സീം ദിനേശ്. ഇനി മരുമകളുടെ കാര്യം എന്ന് പറയുന്നത് വളരെയധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സിനിമയിലെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഏത് സിനിമയത്? The Name of the Jesus. The Name of the Jesus എന്ന സിനിമയിലെ നായികയായിട്ടാണ്. 2 കുട്ടികളുടെ അമ്മയായിരുന്നു. അതില് ഡോക്ടറായിട്ട് എന്റെ അങ്കിളാണ്. സന്തോഷേട്ടൻ സിനിമാ നടനാണ്. ആരും പറഞ്ഞില്ല. ഞാൻ അങ്ങനെ സ്വയം പോക്കി പറയാറില്ല. എന്ത് കളിയാക്കിയാലും അത് നിന്ന് കേൾക്കാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും കിട്ടത്തില്ല. അതെ, മിലിക്കുണ്ട് കേട്ടോ. തമാശയായിട്ട് എടുക്കാനുള്ള വലിയ മനസ്സിനെ മനസ്സ് തുറന്ന് അഭിനന്ദിക്കാം. അല്ല, അതൊക്കെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ അങ്ങോട്ട് നാടകം കളിക്കാമോ എന്നൊക്കെ ചോദിക്കുമ്പോഴേ പിന്നെന്താ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു വരുന്നതിനാണ് മിലിക്ക് സമ്മാനം കൊടുക്കേണ്ടത്. ഇവിടെ ബ്രിഞ്ചൽ അല്ലേ, കത്തിരിക്ക ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞി പപ്പടം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇച്ചിരിയേ ഉള്ളൂ, കുഞ്ഞുവാവ പപ്പടം കേട്ടോ. ചെറിയ പപ്പടാണ്, കുഞ്ഞു പപ്പടം. പുളിശ്ശേരി ഇവിടെ റെഡിയാക്കി ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. പുളിശ്ശേരി റെഡിയായി കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ അപ്പുറത്തൊന്ന് ജ്യോതികയുടെ അവിടെ നിന്ന് തുടങ്ങിയതാ ഇതുവരെ മിലിയുടെ അവിടെ വരെ എത്തി. ഓരോ പുളിശ്ശേരിക്കും, അതായത് ഓരോ മാമ്പഴ പുളിശ്ശേരിക്കും പേരൊന്നാണെങ്കിലും അവരവരുടേതായിട്ടുള്ള പോലെ തന്നെ വ്യത്യസ്തത. മേളം മറക്കാത്ത സ്വാദ് പ്രസന്റഡ് ബൈ മെഡിമിക്സിന്റെ ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്നതാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു ഇന്നർ കോമ്പറ്റീഷൻ കിടക്കുന്നതുകൊണ്ട്, ഹെൽത്തി കോമ്പറ്റീഷൻ കിടക്കുന്നതുകൊണ്ട് എങ്ങനെ വ്യത്യസ്തമാക്കാമെന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഗുണമാർക്ക മലയാളിക്ക ഇത്രയേറെ മറക്കാത്ത സ്വാദുകൾ ഒരൊറ്റ പ്ലാറ്റ്ഫോമിലൂടെ മലയാളക്കരയ്ക്ക് കിട്ടുന്നു എന്നതാണ് ഈ പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും വലിയ. ശരി, അപ്പൊ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കണ്ടസ്റ്റൻസ് ഒക്കെ ഓൾ ദി ബെസ്റ്റ് മിലി കേട്ടോ. ഞങ്ങളുടെ എല്ലാ കണ്ടസ്റ്റൻസും ഇന്നത്തെ ഈ ദിവസം റെഡി ആയി കഴിഞ്ഞു. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 മണിക്കൂർ സമയം പൂർണ്ണമായിട്ട് വേണ്ട എങ്കിൽ പോലും ഗംഭീരമായിട്ട് അവർ അവരുടെ പുളിശ്ശേരികളിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പുളിശ്ശേരി അവസാനം തുള്ളി തുളുമ്പുമ്പോ ആ തുളുമ്പലിനനുസരിച്ച് ഇവരും കൂടി ഒന്ന് തുളുമ്പുന്നതിനായിട്ട്, മനസ്സിൽ സന്തോഷം നിറഞ്ഞു തുളുമ്പുന്നതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നത് പോലെ പ്രിയപ്പെട്ട ഗായകരൊക്കെ ഇവിടെ. അതെ, അപ്പൊ അവരെ നമ്മൾ വിളിക്കണം. ഇവരെ കൂടി അതിലേക്ക് ഉൾപ്പെടുത്തി ചടുലമായിട്ടുള്ള ഒരു മ്യൂസിക്കൽ നൈറ്റ് അല്ലെങ്കിൽ മ്യൂസിക്കൽ ഈവനിംഗിലേക്ക് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുമേഷ് കൂട്ടിക്കൽ, നമ്മുടെ ആതിഥേയനായ സുമേഷ് കൂട്ടിക്കലിനെ സ്വാഗതം ചെയ്യാണ്. സുമേഷ്, ആലാരെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളം താ. ആലാ
ആലാരെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളം താ മിന്നലടിക്കും മേഘത്തിൻ മിന്നി മിനുങ്ങും ഗോവിന്ദ തങ്കരഥത്തിൽ പാഞ്ഞെത്തി തങ്കൊള്ളും ഗോവിന്ദ ഗോല ഗോല രാദേവ് ചിത്തിത്താരം തൊട്ടെന്നാൽ മേലെ നേരോ നെഞ്ചിൽ തുള്ളാട്ടം ഗോവിന്ദ 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 ആനന്ദ ഗോവിന്ദ ആലോലത്തേരുട്ട മഹാഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ ആനന്ദ ഗോവിന്ദ ആലോലത്തേരുട്ട മഹാഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ ആനന്ദ ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളം മഞ്ചൽ മൂളുന്നേ പൊങ്ങിപ്പാറുന്നേ കോഴി മുഴക്കും ഭാഗരദാനം ബാസുരിതൻ മേളം കാത്തിൻ മഞ്ചൽ മൂളുന്നേ എങ്ങും പൊങ്ങിപ്പാറുന്നേ നിന്റെ കോഴി മുഴക്കും ഭാഗരദാനം ബാസുരിതൻ മേളം താരാസംഗേ നീ പോരുന്നേ താളത്തിൽ തങ്കത്തരിവള കൊത്തിപ്പാടുന്നേ താരെ പൂക്കും താരാസംഗേ നീ പോരുന്നേ ഗോവിന്ദ ഗോവിന്ദ ഗോപാല ഗോപാല ഗോവിന്ദ ഗോവിന്ദ ഈ നാലും കൂടണ കവലകളിൽ ഈ നഗര നിലാവിൻ സന്ധ്യകളിൽ രാധാകൃഷ്ണ ലീലാ കൃഷ്ണ നീയേ സൗഭാഗ്യം ഗോവിന്ദ ഗോവിന്ദ ആനന്ദ ഗോവിന്ദ 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 ആനന്ദ ഗോവിന്ദ ആലാരെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളം ആല ഗോവിന്ദ ആലാരെ ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളം മിന്നലടിക്കും മേഘത്തിൽ മിന്നി മിനുങ്ങും ഗോവിന്ദ തങ്കരഥത്തിൽ പാഞ്ഞെത്തി മംഗളമരുളും ഗോവിന്ദ രാധേവ് തിപ്പിത്താരം കൊട്ടെന്നാൽ നേരോ നേരോ നെഞ്ചിൽ തുള്ളാട്ടം ഗോവിന്ദ 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 ആനന്ദ ഗോവിന്ദ ആലോലത്തെ ഗോവിന്ദ 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 ആനന്ദ ഗോവിന്ദ ആലോലത്തെ ഗോവിന്ദ 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 ആനന്ദ ഗോവിന്ദ ആലോലത്തെ ഗോവിന്ദ ഈ രുചിയൊക്കെ വെറും രുചിയാണെന്ന് കരുതിയോ? ഇത് രുചിമേള പൂരമാണ്. മേളം മറക്കാത്ത സ്വാദ് പ്രസന്റഡ് ബൈ മെഡിമിക്സിന്റെ ഇന്നത്തെ ഈ മാമ്പഴ പുളിശ്ശേരി സ്പെഷ്യൽ എപ്പിസോഡിന്റെ രുചി അറിയാനുള്ള സമയമാണ്. ഞാനും കൂട്ടുന്നില്ല. എന്നാ പിന്നെ ഈ പതി അങ്ങോട്ട് ഒന്നും കിട്ടില്ലെന്ന് എനിക്കറിയാം. പോയിട്ട് കിട്ടുന്നിടത്തൊക്കെ നോക്കിയിട്ട് അതെ ഇവിടെ ആഹാരം കഴിക്കുമ്പോ മിണ്ടരുത് കേട്ടോ. പ്രസന്റേഷൻ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതിനകത്തുള്ളത് ചോറ്, അതുപോലെ മാമ്പഴ പുളിശ്ശേരി, മാംഗോ ഹൽവ, മാംഗോ ലസ്സി, മാംഗോ ലസ്സി, മാംഗോ ഹൽവ, മാമ്പഴ പുളിശ്ശേരി എന്നിവ ഇവിടെ തയ്യാറാണ്. ഇത് അങ്ങോട്ടേക്ക് സെറ്റായി കഴിയുമ്പോഴേക്കും ഈ അവിടെ എന്തെങ്കിലും ഒന്ന് കണ്ടെത്തിയിട്ടുണ്ടാവും എനിക്ക് ഉറപ്പുണ്ട്. കണ്ടെത്താനൊന്നുമില്ല, എല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഒറ്റ പ്ലേറ്റിൽ. എനിക്കിത് വെയിറ്റ് ആണ് താങ്ങുന്നില്ല. മാമ്പഴ പുളിശ്ശേരി ഒരു രക്ഷയില്ല. അതുപോലെ സംഭാരം, മാംഗോ യോഗോട്ടും കൂടെ. കണ്ടോ, മാംഗോ യോഗോട്ടോ. ഇത് ടേസ്റ്റ് ചെയ്യാൻ തരുമല്ലോ അല്ലേ? അത് ടേസ്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പത്തേക്ക് ഞാൻ പോയി ഇവിടെ എന്താക്കി നോക്കട്ടെ. അത് കഴിക്കൂ, അത് കഴിക്കൂ. അപ്പോഴേക്കും ഇത് കാണിക്കട്ടെ. കണ്ടോ, ലീവ്സ് ഒക്കെ വെച്ചിട്ട് മാങ്ങ അച്ചാർ അമ്മാതിരി തന്നെ, ഒരു മുഴുവൻ മാങ്ങ അമ്മാതിരി തന്നെ ഇട്ടിട്ടുണ്ട്. കുഞ്ഞി പപ്പടം എന്തേലൊക്കെ കണ്ടോ ഇവിടെ? അതായത് മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടി ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ വേണം. ഞാൻ പെട്ടെന്ന് തമിഴ്നാട്ടിൽ വന്നതാണോ എന്ന് പേടിച്ചു. ശരി, അപ്പൊ മാങ്ങ ഇലയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ പായസം റെഡിയാണ്. സന്തോഷേട്ടന്റെ അടുത്തേക്ക് ഞാനൊന്ന് പതിയെ പോട്ടെ. എന്തൊക്കെയായി
ബിരിയാണി എങ്ങനെയുണ്ട്? മാവിന്, മാങ്ങയ്ക്ക്, മാമ്പഴ പുളിശ്ശേരിക്ക് ഒരു പുത്തൻ രുചിയുടെ മേളം ഒരുക്കുകയാണ് ഇവിടെ സന്തോഷം. ബിരിയാണിയും മാമ്പഴ പുളിശ്ശേരി. അല്ല, ടേസ്റ്റ് നോക്കാതെ വിടുന്നില്ല. വലിയ തൊട്ടിലും മാമ്പഴതാ നമ്മള് നമുക്ക് വേണ്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒപ്പം കണ്ടോ? ഇഷ്ടായി. ഇത് കണ്ടോ? ലീഫ് പോലെ മാങ്ങയൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടോ? മാമ്പഴ പുളിശ്ശേരിയുടെ പിന്നിൽ എന്താക്കി ഏതുവരെ എത്തി കാര്യങ്ങൾ, ഇതാണ് ടേസ്റ്റ് ചെയ്യേണ്ടത്. ആക്ച്വലി ഞാൻ ഇതും ഓടിച്ച് കഴിച്ചു നോക്കിട്ട് ഒന്ന് അപ്പുറത്തേക്ക് ഓടാനുണ്ട്. നന്നായിട്ടുണ്ട്. മിലിയേ, മിലിക്കുട്ടി ഇവിടെ റെഡിയാക്കി വെച്ചേക്കണം. അവിടെ വല്ലതും കണ്ടോ? ഇവിടെ ഡെക്കറേഷൻ മാമ്പഴ പായസം കണ്ടോ? ഫുൾ സദ്യ മാമ്പഴ പായസം. സുമി, ഇതാണ് ഇവിടെ പ്രസന്റേഷൻ. അതെ, ഞാനത് സമ്മതിച്ചില്ല. ഇത് മാമ്പഴ പുളിശ്ശേരിക്ക് മാമ്പഴ പായസത്തിന് മേലൊന്നും ഒന്നും ഇല്ല ഇവിടെ. അങ്ങനെയൊന്നും അല്ല, നല്ല പഴുത്ത മാങ്ങ അരിഞ്ഞിങ്ങനെ ഞങ്ങൾ വിരിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ മാമ്പഴ ചമ്മന്തി ഉണ്ട് കേട്ടോ. വെച്ചതുപോലെ കഴിഞ്ഞിട്ടില്ലല്ലോ. മാമ്പഴ ചമ്മന്തി കഴിച്ചിരിക്കണ. മാമ്പഴ ചമ്മന്തി ഇതിന് മുമ്പ് ഞാൻ പായസം കണ്ടു. മാമ്പഴ പായസം കയ്യിൽ തരുവോ? ഇത് മാമ്പഴ പായസാണേ. കൈ ഒന്ന് മാറ്റിയാ കഴിക്കായിരുന്നു. മാമ്പഴ മാമ്പഴ ചമ്മന്തി. ഒരു രക്ഷയില്ല. ജ്യോതി അങ്ങോട്ടൊന്ന് പൊക്കോട്ടെ. കണ്ടോ? ഞാൻ മാങ്ങ കിടക്കുവാ. സുമിയ, ഇത് വല്ലതും കാണുന്നുണ്ടോ? പച്ച മാങ്ങയും കൂടി വെച്ച് അലങ്കരിച്ചിട്ടാണ് ഞങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എന്താ ഇവിടെ ഉള്ളത്? ചുമ്മാ പറഞ്ഞോണ്ട് കാര്യമില്ല. ഞാൻ കാഴ്ച കാരണം എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കണ്ടോ? രുചിയുടെ കാര്യം പറഞ്ഞ് എന്നെ കൊതിപ്പിക്കരുത്. ഇതെനിക്ക് കുടിക്കാൻ തരുന്നതാണോ? അല്ല, അവിടെ പൊക്കോട്ടെ. അതെ, ടേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടി ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ടോ? അല്ല, അറിയാലോ നമ്മൾ വരും എന്നും കഴിക്കും എന്നും അറിയാലോ. ഈ താടി കൊണ്ടാണോ ഇതൊക്കെ കുടിക്കുന്നത്? കേട്ടോ. അല്ല, ഏതിനെ ഗംഭീര അല്ല എന്ന് പറയാ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ ഈ എപ്പിസോഡിനകത്ത് ഞങ്ങളുടെ എല്ലാ കണ്ടസ്റ്റൻസും വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും ഓക്കെ ആണെങ്കിൽ കൗണ്ട് ഡൗൺ തുടങ്ങുകയാണ്. നിങ്ങളൊക്കെ പറഞ്ഞു തന്ന ഒരു സംഭവം വെച്ചിട്ടാണ് നിങ്ങൾക്ക് അധികം സമയം വേണ്ടെന്നാ പറഞ്ഞു കേട്ടത്. ശരി, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ സമയം അവസാനിക്കുന്നു. 5, 4, 3, 2, 1 and done. Five, 4, 3, 2, 1 and done. അസാധ്യ ടേസ്റ്റ് അല്ലേ? കാണുമ്പോ തന്നെ അതാണ്, കണ്ണുകളിലൂടെയും രുചി അറിയാൻ പറ്റും. അത് നിങ്ങൾക്ക് തരണം എന്നുണ്ടായിരുന്നു, തന്നു, അത് കണ്ടു. ഇന്നത്തെ 1 മണിക്കൂർ എന്ന് പറയുന്നത് മാമ്പഴ പുളിശ്ശേരിയുടെ വ്യത്യസ്തമായിട്ടുള്ള രുചി. നാനാത്വത്തിൽ ഏകത്വം എന്ന് മഹാത്മാഗാന്ധി തന്നെയാണോ പറഞ്ഞേ? അറിയത്തില്ല, അത് ആര് തന്നെയാണ് പറഞ്ഞതെങ്കിലും നാനാത്വത്തിലെ ഏകത്വമാണ് ഞങ്ങൾക്ക് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാമ്പഴ പുളിശ്ശേരി മാത്രമാണ് അതിന് ചുറ്റും വിഭവങ്ങളായി അത് കണ്ടു, കൺകുളിർക്കെ കാണുകയും കഴിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു മേള പെരുമയിലേക്ക്, മേള പൊലിമയിലേക്ക്, അവസാനത്തെ കൊട്ടി കലാശത്തിലേക്ക് ഞങ്ങൾ കടന്നു പോവാണ്. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട 2 കലാകാരന്മാർ, നമ്മുടെ ഫ്ലവേഴ്സിന്റെ തന്നെ കണ്ടെത്തലായ സുമേഷ് കൂട്ടിക്കൽ, ഞങ്ങളുടെ വീട്ടിലെ ചെക്കൻ, വിജയൻ ചിറ്റടി എന്ന് തന്നെ പറയണം. ഈ പറഞ്ഞ പോലെ തന്നെ കീബോർഡിലും ഡ്രംസിലും ഒക്കെ അങ്ങേയറ്റം വിസ്മയങ്ങൾ തീർക്കുന്ന വിജയൻ ചിറ്റടിയും, പിന്നെ ഞങ്ങളുടെ ഗിറ്റാറിസ്റ്റ് സുന്ദര കുട്ടപ്പൻ കല്യാണാലോചനയൊക്കെ നടക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് അപേക്ഷകളൊക്കെ ഇങ്ങോട്ടേക്ക് അയക്കാവുന്നതാണ്. സുന്ദര കുട്ടപ്പനായിട്ട് സുമേഷ് കുട്ടിക്കലും ചേർന്നിട്ട് ഇവിടെ ഇപ്പൊ ഒരു മേള പൊലിമ ഉണ്ടാക്കാൻ പോവാണ്. ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ? നമ്മളൊക്കെ റെഡിയല്ലേ? എന്നാ പിന്നെ നമ്മൾ തുടങ്ങുവാ. റെഡി? 1, 2, 3 സ്റ്റാർട്ട്.
ഇന്നത്തെ ഈ മനോഹരമായിട്ടുള്ള അതീവ പോസിറ്റിവിറ്റി നിറഞ്ഞ ഊർജ്ജം നിറഞ്ഞ ഇന്നത്തെ ഈ എപ്പിസോഡിന് ഇവിടുത്തെ രുചി മേള പൂരത്തിന് ഇന്നത്തെ ഈ ദിവസം പരിസമാപ്തി. തൽക്കാലത്തേക്ക് മാത്രമാണ് ആ പരിസമാപ്തി. പുതിയൊരു വിഭവം, പുതിയൊരു അറിവ് എല്ലാം തേടി ഞങ്ങൾ വീണ്ടും എത്തും. ഇതേ മാത്രമല്ല, ഈ നിൽക്കുന്നവരിൽ നിന്ന് 6 പേരായിരിക്കും ഫ്ലോറിലേക്ക് പോകുക. ഓൾ ദ വെരി ബെസ്റ്റ് വൺസ് അഗൈൻ. അതെ, ഇന്നത്തെ ഈ ദിവസം നമ്മൾ എല്ലാവരും ആഘോഷിച്ചതുപോലെ തന്നെ നിങ്ങളുടെയും ദിവസം മനോഹരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.